ഓം ഗം ഗണപതയേ നമഃ. ഓം സം സരസ്വത്യൈ നമഃ. ഓം ഗും ഗുരുഭ്യോ നമഃ. ഓം ശ്രീ മഹാദേവ്യേ നമഃ. ഓം ശ്രീ ജഗദംബികായേ നമഃ. ശാക്തേയ ഭക്തരായിട്ടുള്ള എല്ലാ സജ്ജനങ്ങളുടെയും പാദത്തിൽ നമസ്കാരം അർപ്പിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ സത്സംഗത്തിലേക്ക് കടക്കാം. ഇനി നമുക്ക് 11ാമത്തെ ശ്ലോകം മുതൽക്കാണ് നോക്കുവാനുള്ളത്. 11ാമത്തെ ശ്ലോകം. ഹംസയുക്ത വിമാനസ്ഥേ ബ്രഹ്മാണി രൂപധാരിണി കൗശാംഭക്ഷരികേ ദേവി നാരായണി നമോസ്തുതേ. ഹംസയുക്ത വിമാനസ്ഥേ, വിമാനത്തിൽ സ്ഥിതി ചെയ്യുന്ന അലയോ ദേവി. ആ വിമാനം എങ്ങനെയുള്ളതാണ് എന്ന് ചോദിച്ചാൽ, ഹംസയുക്ത, അരയന്നം കൊണ്ട് പൂട്ടി ചമച്ചിരിക്കുന്നതായിട്ടുള്ള വിമാനത്തിൽ സ്ഥിതി ചെയ്യുന്ന അലയോ ദേവി. ബ്രഹ്മാണി രൂപധാരിണി, ബ്രഹ്മാണി തുടങ്ങിയ വിഭൂതി പ്രദർശകങ്ങളായിട്ടുള്ള രൂപങ്ങളെ ധരിച്ചിരിക്കുന്നതായിട്ടുള്ള അമ്മേ. കൗശാംഭ പാവികേ ദേവി, കൗശാംഭ കുശയോടുകൂടി മന്ത്രപൂർവം പരിശുദ്ധമാക്കുന്ന, പാവിക എന്ന് പറഞ്ഞാൽ ജലം കൊണ്ട് എല്ലാറ്റിനെയും ശുദ്ധീകരിക്കുന്നതായിട്ടുള്ള അമ്മേ ദേവി. നാരായണി നമോസ്തുതേ. അമ്മേ നാരായണി, അവിടുത്തേക്കായിക്കൊണ്ട് നമസ്കാരം. 12ാമത്തെ ശ്ലോകം. ത്രിശൂല ചന്ദ്രാഹിധരെ മഹാവൃഷഭവാഹിനി മാഹേശ്വരി സ്വരൂപേണ നാരായണി നമോസ്തുതേ. ത്രിശൂല ചന്ദ്രാഹിധരെ, ത്രിശൂലം, ചന്ദ്രൻ തുടങ്ങിയവയൊക്കെ, അതായത് അഷ്ടമണി നാഗങ്ങളെ തുടങ്ങിയവയൊക്കെയും കൊണ്ട്, അതൊക്കെ ധരിച്ചിരിക്കുന്നവളായിട്ടുള്ള, അതൊക്കെ കൊണ്ട് അലങ്കരിച്ചിരിക്കുന്നവളും, മഹാവൃഷഭവാഹിനി, മഹാവൃഷഭത്തെ വാഹനമാക്കി വച്ചിരിക്കുന്നവളും, മാഹേശ്വരി സ്വരൂപേണ, മഹേശ്വരി സ്വരൂപത്തെ സ്വീകരിച്ചിരിക്കുന്നതുമായിട്ടുള്ള ദേവി നാരായണി നമോസ്തുതേ, അവിടത്തേക്ക് നമസ്കാരം. ഇനി 13ാമത്തെ ശ്ലോകമാണ്. മയൂര കുക്കുടവൃതേ മഹാശക്തിധരേനഖേ കൗമാരീ രൂപ സംസ്ഥാനേ നാരായണി നമോസ്തുതേ. മയൂര കുക്കുടവൃതേ, മയിലാകുന്ന വാഹനം, അതുപോലെ കുക്കുടം, കോഴിയാകുന്ന കൊടിയ അടയാളമുള്ളതുമായിട്ടുള്ള മഹാശക്തിധരേനഖേ, മഹാശക്തിധരേ അനഖേ. അപ്പോൾ മയിലാകുന്ന വാഹനവും അതുപോലെ തന്നെ കോഴിയാകുന്ന കൊടിയടയാളവുമുള്ള മഹാശക്തിധരേ, മഹാശക്തി എന്ന ആയുധത്തെ ധരിച്ചിരിക്കുന്നവളായിട്ടുള്ള, ശക്തി എന്നാൽ വേല, അങ്ങനെയുള്ള ആയുധത്തെ ധരിച്ചിരിക്കുന്നതായിട്ടുള്ള ദേവി അനഖേ, യാതൊരു പാപവുമില്ലാത്ത, ദോഷവുമില്ലാത്തതായിട്ടുള്ള കൗമാരി രൂപസംസ്ഥാനെ, കൗമാരി രൂപത്തെ ധരിച്ചിരിക്കുന്നതായിട്ടുള്ള, അല്ലെങ്കിൽ അങ്ങനെ ഒരു രൂപത്തെ സ്വീകരിച്ച് സ്ഥിതി ചെയ്യുന്ന അല്ലയോ ദേവി നാരായണി നമോസ്തുതേ. നാരായണി ദേവി, അവിടത്തേക്കായിക്കൊണ്ട് നമസ്കാരം. ഇനി അടുത്തത് 14ാമത്തെ ശ്ലോകമാണ്. ശംഖചക്രഗദാശാർംഗഗൃഹീത പരമായുധേ പ്രസീദ വൈഷ്ണവീരൂപേ നാരായണി നമോസ്തുതേ. ശംഖചക്ര ഗദാശാർംഗ ഗ്രഹീത പരമായുധേ, ശംഖം, ചക്രം, ഗദ, അതുപോലെ ശ്രീശാർംഗം എന്നിങ്ങനെയുള്ള ഗ്രഹീത പരമായുധേ, ശ്രേഷ്ഠങ്ങളായിട്ടുള്ള ആയുധങ്ങളെ ഗ്രഹീത ധരിച്ചും കൊണ്ടും, പ്രസീത വൈഷ്ണവീരൂപേ,
വൈഷ്ണവീ രൂപത്തെ കൈക്കൊണ്ടുമിരിക്കുന്നതായിട്ടുള്ള എങ്ങനെ പ്രസീത, അല്ലയോ ദേവി അവിടുന്ന് പ്രസീതയാണ്, പ്രസാദിച്ചിരിക്കുന്നവളാണ്, തൻ്റെ ഭക്തജനങ്ങളിൽ പ്രസാദിക്കുന്നവളാണ്. അങ്ങനെയുള്ള നാരായണി നമോസ്തുതേ, ദേവി നാരായണി അവിടുത്തേക്ക് നമസ്കാരം അർപ്പിക്കുന്നു. ഇനി അടുത്തത് 15-ാമത്തെ ശ്ലോകമാണ്. ഗൃഹീതോഗ്രമഹാവക്ത്രേ ദംഷ്ട്രോധൃതവസുന്ധരേ വരാഹരൂപിണി ശിവേ നാരായണി നമോസ്തുതേ. ഗൃഹീത ഉഗ്രമഹാവക്ത്രേ, ഇങ്ങനെ ഗ്രഹീത ഉഗ്രമഹാവക്ത്ര എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഉയർത്തിപ്പിടിച്ചിട്ടുള്ളതായ ഉഗ്രമായ മഹാവക്ത്രത്തോടും വലിയ മുഖത്തോടും, അതുപോലെ ദംഷ്ട്രോധൃത വസുന്ധരെ, ദംഷ്ട്ര ഉദ്ധൃത വസുന്ധരെ, വസുന്ധര എന്നാലും ഭൂമി, ഉദ്ധൃത ഉയർത്തിപ്പിടിച്ച, ദംഷ്ട്രയിൽ അങ്ങനെ ഭൂമിയെ പൊക്കിയെടുത്തുകൊണ്ടുവരുന്നതുമായിട്ടുള്ള വരാഹരൂപിണി ശിവേ, വരാഹരൂപം ധരിച്ചിരിക്കുന്ന അല്ലെങ്കിൽ വരാഹിരൂപിയായിട്ടുള്ള അല്ലയോ ശിവേ, സദാശിവത്തെ പ്രദാനം ചെയ്യുന്നതായിട്ടുള്ള ശിവസ്വരൂപമായിട്ടിരിക്കുന്ന അല്ലയോ മംഗളകാരിണിയായിട്ടുള്ള ദേവി നാരായണി അവിടുത്തേക്ക് നമോസ്തുതേ, നമസ്കാരം അർപ്പിക്കുന്നു. ഇനി അടുത്തത് 16-ാമത്തെ ശ്ലോകമാണ്. നൃസിംഹരൂപേണോഗ്രേണ ഹന്തും ദൈത്യാൻ കൃതോദ്യമേ ത്രൈലോക്യത്രാണമഹിതേ നാരായണി നമോസ്തുതേ. നൃസിംഹരൂപേണ ഉഗ്രേണ നൃസിംഹരൂപേണ, ഉഗ്രമായിട്ടുള്ള നരസിംഹരൂപത്തെ കൈക്കൊണ്ടുകൊണ്ട്, ഹന്തും ദൈത്യാൻ കൃതോദ്യമേ, ഹന്തും ഹനിക്കുവാനായിട്ട് ഒരുമ്പെട്ടിരിക്കുന്ന, കൃത ഉദ്യമേ അതിനൊരുമ്പെട്ടിരിക്കുന്നതായിട്ടുള്ള ഉദ്യമിച്ചിരിക്കുന്നതായിട്ടുള്ള ആരെ, ദൈത്യാൻ അസുരന്മാരെ ഹനിക്കുവാൻ ഒരുമ്പെട്ടിരിക്കുന്ന അല്ലയോ ദേവി ത്രൈലോക്യത്രാണ മഹിതേ, 3 ലോകത്തിൻ്റെയും രക്ഷയെ, ത്രാണനം ചെയ്യുക എന്ന് പറഞ്ഞാൽ രക്ഷിക്കുക, രക്ഷ ചെയ്യുന്നതായിട്ടുള്ള അല്ലയോ മഹിതേ, അങ്ങനെയുള്ള അതാണ്, ആ രക്ഷയാണ് ആധാരമാക്കി കഴിയുന്നതായിട്ടുള്ള അല്ലയോ ദേവി നാരായണി നമസ്കാരം അർപ്പിക്കുന്നു. നമോസ്തുതേ. ഇനിയും 17-ാമത്തെ ശ്ലോകമാണ്. കിരീടിനി മഹാവജ്രേ സഹസ്രനയനോജ്വലേ വൃത്രപ്രാണഹരേ ചൈന്ദ്രി നാരായണി നമോസ്തുതേ. കിരീടിനി മഹാവജ്രേ സഹസ്രനയനോജ്വലേ, കിരീടത്തോടു കൂടിയിരിക്കുന്ന, കിരീടിനി കിരീടം ധരിച്ചിരിക്കുന്ന, മഹാവജ്രേ മഹാവജ്രം എന്ന ആയുധത്തെ ധരിച്ചിരിക്കുന്ന അല്ലയോ ദേവി സഹസ്രനയനോജ്വലേ, 1000 ഉജ്ജ്വലങ്ങളായി തോന്നിപ്പിക്കുന്നതായിട്ടുള്ള നയനങ്ങളോട് കൂടിയവൾ, അല്ലെങ്കിൽ ഉജ്ജ്വലിക്കുന്ന ശോഭയോട് കൂടിയ നയനങ്ങളോട് കൂടിയവളെ, വൃത്രപ്രാണഹരേ, അവിടുന്നാകട്ടെ വൃത്രാസുരൻ്റെ പ്രാണനെ ഹരിക്കുന്നവളായിട്ടുള്ള ചൈന്ദ്രി, ഇന്ദ്രാണി സ്വരൂപത്തെ ധരിച്ചിരിക്കുന്നതായിട്ടുള്ള നാരായണി ദേവി അവിടത്തേക്ക് നമോസ്തുതേ, നമസ്കാരം അർപ്പിക്കുന്നു. ദേവി അവിടത്തേക്ക് വൃത്രാസുരൻ്റെ പ്രാണനെ എടുത്ത, ഇവിടെ പറഞ്ഞിരിക്കുന്നത് നമ്മൾ വൃത്രാസുരൻ്റെ കഥയിൽ ദേവേന്ദ്രൻ ഹനിച്ചു എന്നാണ്. അവിടെ ദേവേന്ദ്രനിൽ ശക്തിയായി വസിക്കുന്നത് ഇന്ദ്രാണി ഭാവമാണ്. അതുകൊണ്ടാണ് ഇന്ദ്രാണി സ്വരൂപത്തെ, വൃത്രാസുരൻ്റെ പ്രാണനെ ഹരിച്ച ഇന്ദ്രാണി സ്വരൂപത്തെ ധരിച്ചിരിക്കുന്ന ദേവി അവിടത്തേക്ക് നമസ്കാരം അർപ്പിക്കുന്നു എന്ന് പറഞ്ഞത്. ഇനി അടുത്തത് 18-ാമത്തെ ശ്ലോകം. അതായത് ദേവേന്ദ്രനിലും ശക്തിയായി കുടികൊള്ളുന്ന അല്ലയോ അമ്മേ ജഗദംബികെ നാരായണീ ദേവി അവിടത്തേക്ക് നമസ്കാരം. ഇനി 18-ാമത്തെ ശ്ലോകമാണ്. ശിവദൂതി സ്വരൂപേണ ഹത ദൈത്യമഹാബലേ ഘോരരൂപേ മഹാരാവേ നാരായണി നമോസ്തുതേ. ശിവദൂതി സ്വരൂപേണ, ശിവദൂതി സ്വരൂപത്തെ ധരിച്ച്,
ഹത ദൈത്യ മഹാബലെ, ദൈത്യന്മാരെ അസുരന്മാരെ എല്ലാം കൊന്നൊടുക്കിയ അല്ലയോ മഹാശക്തി സ്വരൂപിണിയായ ബലം തന്നെ സ്വരൂപമായിട്ടുള്ള ഘോരരൂപേ മഹാരാവേ, ഘോരരൂപമായും ആരാവേ വലിയ ശബ്ദത്തോടു കൂടിയവളുമായിട്ടുള്ള അല്ലയോ ദേവി നാരായണി നമോസ്തുതേ, നാരായണീ ദേവി അവിടുത്തേക്ക് നമസ്കാരം അർപ്പിക്കുന്നു. ഇനി 19ാമത്തെ ശ്ലോകം. ദംഷ്ട്രാകരാളവദനെ ശിരോമാലാവിഭൂഷണേ ചാമുണ്ടേ മുണ്ടമഥനെ നാരായണീ നമോസ്തുതേ. ദംഷ്ട്രാകരാളവദനെ, ദംഷ്ട്രങ്ങൾ കൊണ്ട് കരാളവദനയായിരിക്കുന്ന ഭയങ്കരമായ മുഖത്തോടു കൂടിയിരിക്കുന്നതായിട്ടുള്ള ദേവി ശിരോമാലാവിഭൂഷണേ, ശിരസ്സുകൾ കോർത്ത മാല വിഭൂഷണമാക്കി ആഭരണമാക്കി സ്വീകരിച്ചിരിക്കുന്നവളെ, ധരിച്ചിരിക്കുന്നവളെ, ചാമുണ്ടേ മുണ്ടമഥനെ, മുണ്ടമഥനെ മുണ്ടാസുരനെ നിഗ്രഹിച്ച അലയോ ദേവി ചാമുണ്ഡി ദേവി നാരായണി നമോസ്തുതേ, അവിടത്തേക്കായിക്കൊണ്ട് ദേവി നാരായണി ഭദ്രകാളിയമ്മ അവിടത്തേക്കായിക്കൊണ്ട് നമസ്കാരം. ഇനി അടുത്തത് 20ാമത്തെ ശ്ലോകമാണ്. ലക്ഷ്മി ലജ്ജേ മഹാവിദ്യേ ശ്രദ്ധേ പുഷ്ടി സ്വധേ ധ്രുവേ മഹാരാത്രി മഹാമായേ നാരായണി നമോസ്തുതേ. ലക്ഷ്മി ലജ്ജേ മഹാവിദ്യേ, ലക്ഷ്മി ഐശ്വര്യപ്രദായിനിയായി വർത്തിക്കുന്ന അല്ലയോ ലക്ഷ്മി ദേവി, ലജ്ജേ അതായത് നമ്മുടെ കർത്തവ്യങ്ങളിലേക്ക് മാത്രം മനസ്സിനെ നയിക്കുന്ന അല്ലെങ്കിൽ അകർത്തവ്യങ്ങളെ ചെയ്യിക്കാതെ സംരക്ഷിക്കുന്ന ലജ്ജയായി വർത്തിക്കുന്ന ദേവി, മഹാവിദ്യ സ്വരൂപിണിയായിരിക്കുന്ന അലയോ ദേവി അംബികെ ശ്രദ്ധേ പുഷ്ടി സുധേ ധ്രുവേ, ശ്രദ്ധയായും ശ്രദ്ധസ്വരൂപമായും പുഷ്ടി അതായത് ഐശ്വര്യമായിട്ട് നമ്മുടെ സമ്പൽ സമൃദ്ധിയായിട്ടും സുധ എന്നാൽ അമൃത്, അതായത് ഈ മഹാവിദ്യ തന്നെയാണ്, ഈ സ്വരൂപം തന്നെയാണ് അമൃതം, അവിടുത്തെ കടാക്ഷം തന്നെയാണ് ദേവി അമൃതം. അങ്ങനെയുള്ള ദേവി ധ്രുവേ എന്നാൽ ഈ ഭൂത ഭവിഷ്യത് വർത്തമാനങ്ങളെയെല്ലാം ഉത്ഭൂതമാക്കുന്നതിന് ശക്തിയെ കൊടുക്കുന്ന ദേവി. പിന്നെയോ മഹാരാത്രി മഹാമായേ, മഹാരാത്രിയായും മഹാമായയായും വർത്തിക്കുന്ന അലയോ ദേവി നാരായണി നമോസ്തുതേ, അവിടത്തേക്ക് നമസ്കാരം അർപ്പിക്കുന്നു അമ്മേ. ഇനി അടുത്തത് 21ാമത്തെ ശ്ലോകമാണ്. മേധേ സരസ്വതി ശിവേ ഭൂതിദായിനി താമസി നിയതം ത്വം പ്രസീദേശേ നാരായണി നമോസ്തുതേ. മേധേ സരസ്വതി ശിവേ, ശിവയെന്നും വരയെന്നും കാണാം, രണ്ടും ശരിയാണ്. മേധേ എന്ന് പറഞ്ഞാൽ ബുദ്ധിയായിട്ട്, മേധ എന്നാൽ ബുദ്ധിയായിട്ട്, അപ്പോൾ ധാരണാസമർത്ഥമായിരിക്കുന്നതായിട്ടുള്ള ബുദ്ധിയായും സരസ്വതി വാഗ്ദേവതയായും, വാക്കിൻ്റെ അധിദേവതയാണ് സരസ്വതി ദേവി. അപ്പോൾ നമ്മളിൽ നല്ല ബുദ്ധിയായും നല്ല വാക്കായും പ്രവർത്തിക്കുന്ന ശിവേ, സർവമംഗളകാരിണിയായിട്ടുള്ള ദേവി, അല്ലെങ്കിൽ വരേ എന്ന് പറഞ്ഞാൽ വരങ്ങൾ ദാനം ചെയ്യുന്ന, വരങ്ങൾ നൽകുന്ന സർവശ്രേഷ്ഠയായിട്ടുള്ള അലയോ ദേവി ഭൂതിദായിനി, അതായത് സർവ ഐശ്വര്യങ്ങൾ, ഭൂതി എന്നാൽ സർവ ഐശ്വര്യങ്ങളെയും ദായിനി പ്രദാനം ചെയ്യുന്നവളും, താമസി തമോ ഗുണപ്രധാനങ്ങളായിട്ടുള്ള വിഷയങ്ങൾക്കും പ്രേരക ശക്തിയായിട്ടിരിക്കുന്നതും അല്ലയോ അമ്മേ അവിടുന്ന് തന്നെയാണ്. നിയതം ത്വം പ്രസീദേശേ, അങ്ങനെ ഇരിക്കുന്ന അല്ലയോ ശിവാംശ സംഭൂതയായിരിക്കുന്നതായിട്ടുള്ള അലയോ ദേവി പ്രസീദേശേ, അവിടുന്ന് പ്രസാദിച്ചാലും, അവിടുത്തെ കാരുണ്യമുണ്ടായാലും, അങ്ങനെ പ്രസീതയായിരിക്കുന്ന അല്ലയോ ദേവി നാരായണി നമോസ്തുതേ. അമ്മേ അങ്ങനെയുള്ള നാരായണീ ദേവി അവിടുത്തേക്ക് എൻ്റെ നമസ്കാരം, അവിടുന്ന് പ്രസാദിക്കണമേ. ഇനി അടുത്തത് 22ാമത്തെ ശ്ലോകമാണ്.
സർവസ്വരൂപേ സർവേശേ സർവശക്തി സമന്വിതേ ഭയേഭ്യസ്ത്രാഹിനോ ദേവി നാരായൺ ദുർഗാദേവി നമോസ്തുതേ. ഇവിടെ സർവസ്വരൂപേ സർവേശേ, ഇത്രയും നേരവും പല ഭാവങ്ങളിൽ പറഞ്ഞിട്ട് നമ്മൾ പറഞ്ഞത് നാരായണീ നമോസ്തുതേ എന്നാണ്. എന്നാൽ ഇവിടെ വരുമ്പോൾ ദുർഗാദേവി നമോസ്തുതേ, ദുർഗാഭാവത്തിലിരിക്കുന്നതായിട്ടുള്ള ദേവിയെയാണ് നമ്മൾ നമസ്കാരം ചെയ്യുന്നത്. ഇവിടെ പറയാ സർവസ്വരൂപേ, എല്ലാത്തിൻ്റെയും സ്വരൂപമായി സ്ഥിതി ചെയ്യുന്ന, സർവേശേ, എല്ലാത്തിനും ഈശയായിരിക്കുന്ന, രക്ഷകയായിരിക്കുന്ന, എല്ലാത്തിൻ്റെയും നിയാമികയായിരിക്കുന്ന അല്ലയോ ദേവി, സർവശക്തി സമന്വിതേ, എല്ലാവിധ ശക്തികളോടും കൂടിയിരിക്കുന്നതായിട്ടുള്ള ദേവി, ഭയേഭ്യസ്ത്രാഹിനോ ദേവി, ഞങ്ങളെ എല്ലാവിധ ഭയത്തിൽ നിന്നും ത്രാഹി, രക്ഷിച്ചാലും അല്ലയോ ദേവി. അങ്ങനെയുള്ള ദുർഗാദേവി നമോസ്തുതേ. ദുർഗാദേവി അവിടത്തേക്ക് നമസ്കാരം അർപ്പിക്കുന്നു. എല്ലാത്തിനെയും ത്രാണനം ചെയ്യുക എന്ന് പറയുന്നത് അത്യന്തം ദുഷ്കരമായിട്ടുള്ള കാര്യമാണ്. എല്ലാ ഭയങ്ങളെയും നീക്കുക എന്ന് പറയുന്നത്, ഇനി എല്ലാ ഭയങ്ങളെയും നീക്കിയാലും മരണഭയം ഒഴിഞ്ഞു പോകില്ല മനുഷ്യന്. അതുകൊണ്ടാണ് ഇവിടെ പറഞ്ഞ എല്ലാ ഭയം, അങ്ങനെ ദുഷ്കരമായിട്ടുള്ള തരണം ചെയ്യുവാൻ, ദുഷ്കരമായിട്ടുള്ളതിനെയൊക്കെ തരണം ചെയ്യുവാൻ സഹായിക്കുന്ന ദുർഗാ ഭഗവതി, അതിനെ മറികടക്കുന്നതിന് ദുർഗാ ഭഗവതിയുടെ, കാരണം ഭയം എന്നതാണ് പലപ്പോഴും മനുഷ്യന് പ്രതിസന്ധികളെ തരണം ചെയ്യുന്നതിന് വിലങ്ങുതടിയായി നിൽക്കുന്നത്. ഭയമാണ് ഉള്ളിൽ എല്ലാത്തിനോടും. ഇത് ഞാൻ ചെയ്താൽ എന്താക്കും, എങ്ങനെ ഞാൻ ഇതിനെ തരണം ചെയ്യും, ഒരു മാർഗം കാണുന്നില്ലല്ലോ. അങ്ങനെ അത്യധികം ദുഷ്കരമായിട്ടുള്ളതിനെയും തരണം ചെയ്യുവാൻ സഹായിക്കുന്നതായിട്ടുള്ള, നമ്മുടെ ഉള്ളിലെ ഭയത്തെ നീക്കി നമ്മളെ താനെ ആ വഴിയിലേക്ക് കൊണ്ടുപോയി അമ്മ കൈപിടിച്ച് തരണം ചെയ്യിക്കുന്നു. അങ്ങനെയുള്ള അലയോ ദുർഗാ ഭഗവതി, അവിടത്തേക്ക് നമസ്കാരം. ഇനി അടുത്തത് 23-ാമത്തെ ശ്ലോകമാണ്. ഏതത്തെ വദനം സൗമ്യം ലോചനത്രയഭൂഷിതം പാതു ന സർവഭീതിഭ്യ കാത്യായനി നമോസ്തുതേ. ഏതത്തെ വദനം സൗമ്യം, ഏതത് തേ വദനം, യാതൊരു ദേവിയുടെ മുഖമാണോ സൗമ്യമായിട്ടുള്ളത്, നമുക്ക് ഒരു ദുർഗമമായിട്ടുള്ള ഒരു സാഹചര്യത്തെ തരണം ചെയ്യാൻ എപ്പോഴും നമ്മളോടൊപ്പം സൗമ്യമുഖത്തോടു കൂടിയ, പ്രസന്ന മുഖത്തോടു കൂടിയ ഒരു ശക്തി നമ്മളോടൊപ്പം ഉള്ളപ്പോൾ ഭയങ്ങളെയൊക്കെ നീക്കി നമുക്ക് മുന്നോട്ട് പോകാൻ, അല്ലെങ്കിൽ ഭയത്തിന് നമ്മളെ സ്പർശിക്കുവാനാകാത്ത വിധത്തിൽ നമ്മൾ ശക്തരായി തീരുന്നത് പോലെ ഇവിടെ പറയുകയാണ് അമ്മേ, അവിടുത്തെ ആ സൗമ്യമായ മുഖാരവിന്ദം ലോചനത്രയ ഭൂഷിതം, ലോചനത്രയ ഭൂഷിതം, 3 കണ്ണുകൾ കൊണ്ട് അലങ്കൃതമായിരിക്കുന്നതായിട്ടുള്ള അമ്മേ, അവിടുത്തെ പാദോ ന സർവഭീതിഭ്യ, എല്ലാ ഭയങ്ങളിൽ നിന്നും പാതോ കാത്തുരക്ഷിക്കണമേ. എന്ന് പറഞ്ഞാൽ ഞങ്ങളെ കാത്തുരക്ഷിക്കണമേ. അവിടുത്തെ ആ 3 കണ്ണുകൾ സൃഷ്ടിയും സ്ഥിതിയും സംഹാരവും ഒക്കെ, അതായത് തുടക്കവും ഒടുക്കവും ഒക്കെ അവിടുന്ന് തന്നെയാണെന്നുള്ള ആ പരമമായ അറിവിനെ നേടിക്കഴിഞ്ഞാൽ, അത് ഉള്ളിൽ ഉറച്ചു കഴിഞ്ഞാൽ, സൗമ്യമായ മുഖത്തോടുകൂടി സദാ പുഞ്ചിരി തൂകുന്ന അമ്മയുടെ ആ മുഖാരവിന്ദത്തെ കൺമുന്നിൽ കണ്ണുകൊണ്ട് ഓരോ നിമിഷവും നമുക്ക് മുന്നോട്ട് പ്രയാണം ചെയ്യുവാൻ കഴിഞ്ഞാൽ, അങ്ങനെ എല്ലാ ഭയങ്ങളിൽ നിന്നും നമ്മളെ നീക്കുന്നതായിട്ടുള്ള, അങ്ങനെയുള്ള എല്ലാ ഭയങ്ങളിൽ നിന്നും ഞങ്ങളെ കാത്തുരക്ഷിക്കണമേ അമ്മേ. അങ്ങനെയുള്ള കാത്യായനി നമോസ്തുതേ, കാത്യായനി ദേവി അവിടത്തേക്ക് നമസ്കാരം അർപ്പിക്കുന്നു. ഇനി അടുത്തത് 24-ാമത്തെ ശ്ലോകമാണ്. ജ്വാലാകരാളമത്യുഗ്രമശേഷാസുരസൂദനം ത്രിശൂലം പാതുനോ ഭീതേർഭദ്രകാളീ നമോസ്തുതേ. ദേവിയുടെ ഓരോരോ ഭാവങ്ങളായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. നാരായണീ സ്തുതി, നാരായണീ ഭാവത്തിലാണ് നമ്മൾ ആദ്യത്തെ കുറേയേറെ ശ്ലോകങ്ങളിൽ സ്തുതിച്ചതെങ്കിൽ, അമ്മയെ നമസ്കരിച്ചതെങ്കിൽ, പിന്നീട് ദുർഗാദേവിയായിട്ടും കാർത്യായനിയായിട്ടും കണ്ടു. ഇനിയും ഭദ്രകാളി ഭാവത്തിലാണ് അമ്മയെ നമസ്കരിക്കുന്നത്.
ഇവിടെ പറയാ ജ്വാലാകരാളം അത്യുഗ്രം അശേഷാസുരസൂദനം. ജ്വാലാകരാളം അതായത് നമ്മൾ ഈ കടന്നു പോകുന്ന വഴികളിലെല്ലാം ജ്വാലകൾ കൊണ്ട്, അത്യുഗ്രമായിരിക്കുന്ന ജ്വാലകൾ കൊണ്ട് അമ്മ അശേഷാസുരസൂദനം, അതായത് എല്ലാ അസുരന്മാരെയും, അശേഷം എന്ന് പറഞ്ഞാൽ എല്ലാ അസുരന്മാരെയും കൊന്നൊടുക്കിയതും അതും പറഞ്ഞു. അമ്മയുടെ ആ ജ്വാലകൾ എന്ന് പറയുന്നത് സംരക്ഷണ കവചമാണ് നമുക്ക്. ഈ അത്യുഗ്രമായിട്ടുള്ള ജ്വാലകൾ എന്തിനുള്ളതാണ്? ഉഗ്രരായിട്ടുള്ള മഹാപരാക്രമശാലികളായിട്ടുള്ള അസുരന്മാരെയൊക്കെ കൊന്നൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അങ്ങനെയുള്ള അമ്മയെ ത്രിശൂലം പാതുനോ ഭീതേർ, ത്രിശൂലം, അങ്ങനെയുള്ള അമ്മയുടെ ആ ത്രിശൂലം പാതു നഹ എന്ന് പറഞ്ഞാൽ ഞങ്ങളെ സംരക്ഷിക്കണമേ, ഭീതേർ എല്ലാവിധ ഭയങ്ങളിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ. അല്ലയോ അമ്മേ, അങ്ങനെയുള്ള ഭദ്രകാളി നമോസ്തുതേ, ഭക്തന്മാർക്ക് മംഗളത്തെ ചെയ്യുന്നതായിട്ടുള്ള അല്ലയോ ഭദ്രകാളി അമ്മേ, അവിടത്തേക്ക് ഭഗവതിക്കായിക്കൊണ്ട് നമോസ്തു, നമസ്കാരം അർപ്പിക്കുന്നു. ഇനി അടുത്തത് 25-ാമത്തെ ശ്ലോകമാണ്. ഹിനസ്തി ദൈത്യ തേജാംസി സ്വനേനാപൂര്യയാ ജഗത് സാ ഖണ്ഡ പാതു നോ ദേവി പാപേഭ്യോ നഃ സുതാനിവ. അവിടെ പാപേഭ്യ സ്വസുതാനിവ എന്നും കാണാം, നഃ സുതാനിവ, രണ്ടും ശരി തന്നെയാണ്. ഹിനസ്തി ദൈത്യ തേജാംസി സ്വനേന ആപൂര്യ യാ ജഗത്ത്. അതായത് ഹിനസ്തി ദൈത്യ തേജാംസി, ദൈത്യ അസുരന്മാരുടെ തേജസ്സിനെയൊക്കെയും ഹിനസ്തി നശിപ്പിച്ചുവോ. എന്ത്? സ്വനേന ആപൂര്യ, സ്വനേന തൻ്റെ മണിനാദം കൊണ്ട്, യാതൊരു മണിനാദം കേട്ടപ്പോഴാണോ അസുരന്മാരുടെയൊക്കെ തേജസ് നശിച്ചത്, കഴിഞ്ഞില്ല. ആപൂര്യ യാ ജഗത്ത്, അതേ മണിനാദം കൊണ്ട് തന്നെയാണ് ഈ ജഗത്ത് മുഴുവൻ നിറഞ്ഞിരിക്കുന്നത്. സാ ഖണ്ഡ പാതു നോ ദേവി, സാ ഖണ്ഡ, അങ്ങനെയുള്ള അമ്മേ ആ മണിനാദം, പാതു നോ ദേവി, ഞങ്ങളെ കാത്തുരക്ഷിക്കണമേ ആ മണിനാദം കൊണ്ട്. എപ്രകാരം എന്നാണെങ്കിൽ ദേവി പാപേഭ്യ സ്വസുതാനിവ, പാപേഭ്യ എല്ലാ പാപങ്ങളിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ. പാപേഭ്യ നോ ദേവി പാതു, അതായത് അമ്മേ ഞങ്ങളെ എല്ലാ പാപങ്ങളിൽ നിന്നും അതേ മണിനാദം ഞങ്ങളെ രക്ഷിക്കണമേ. എപ്രകാരം എന്നാണെങ്കിൽ സ്വസുതാനിവ, ഒരമ്മ തൻ്റെ പുത്രനെ എപ്രകാരമാണോ തൻ്റെ സന്തതികളെ വാത്സല്യത്തോടുകൂടി രക്ഷിക്കുന്നത്, അതേപോലെ അമ്മേ ആ മണിനാദം ഞങ്ങളെ, അവിടുത്തെ സന്തതികളായിട്ടുള്ള ഞങ്ങളെ എല്ലാ ഭയങ്ങളിൽ നിന്നും എല്ലാ പാപങ്ങളിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ. ഈ മണിനാദം കൊണ്ടാണല്ലോ ആ അസുരന്മാരുടെയൊക്കെ തേജസ് നശിച്ചത്. അതായത് ആസുരികമായ ശക്തികളെ, ചിന്തകളെ ഒക്കെ നമ്മളിൽ നിന്നും ഒഴിവാക്കിക്കൊണ്ട് ഈ പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞിരിക്കുന്നതായിട്ടുള്ള അതേ മണിനാദം. അപ്പോൾ ആ മണിനാദം ഇല്ലാത്തതായിട്ട്, അമ്മയുടെ ആ ശക്തി ഇല്ലാത്തതായിട്ട് ഒരിടം പോലുമില്ല. അങ്ങനെയുള്ള ആ മണിനാദം ഞങ്ങളെയും രക്ഷിക്കണേ. ലോകത്തിൽ എവിടെ ഇരുന്നാലും, നമ്മൾ എവിടെ പോയാലും എല്ലായിടവും നിറഞ്ഞു നിൽക്കുന്ന ആ മണിനാദം ഞങ്ങളെയും രക്ഷിക്കണമേ. ഒരമ്മ സ്വന്തം കുഞ്ഞിനെ എപ്രകാരമാണോ വാത്സല്യത്തോടുകൂടി സംരക്ഷിക്കുന്നത്, അപ്രകാരം ഞങ്ങളെ എല്ലാ പാപങ്ങളിൽ നിന്നും രക്ഷിക്കണമേ, നേരായ വഴിക്ക് നയിക്കണമേ എന്ന് അർത്ഥം. ഇനി അടുത്തത് 26-ാമത്തെ ശ്ലോകമാണ്. അത് നമുക്ക് ആ ഒരു ശ്ലോകം കൂടെ നോക്കിയിട്ട്, അപ്പോൾ ആ ഒരു ശ്ലോകം കൂടെ നോക്കിയിട്ട് ഇന്നത്തെ സത്സംഗം നിർത്താമെന്ന് കരുതുന്നു. അസുരാസൃഗ്വസാപങ്ക ചർച്ചിതസ്തേ കരോജ്വല ശുഭായ ഖഡ്ഗോ ഭവതു ചണ്ഡികേ ത്വാം നതാവയം. അസുരാസൃഗ്വസാപങ്ക,
അസുരന്മാരുടെ വസ പങ്കചർച്ചിതസ്തേ, വസയും രക്തവും കൊണ്ട് മൂടപ്പെട്ടിരിക്കുന്ന, പങ്കം എന്നാൽ മാലിന്യം, അതായത് അവരുടെ രക്തവും വസയും ഒക്കെ തന്നെയും മാംസവും ഒക്കെയും അത് മാലിന്യം തന്നെയാണ്. അതുകൊണ്ട് മൂടപ്പെട്ടിരിക്കുന്നതായിട്ടുള്ള ചർച്ചിതസ്തേ കരോജ്വലഹ, ദേവിയുടെ കൈകളിൽ ഉജ്ജ്വലമായി ശോഭിക്കുന്ന ശുഭായ ഖഡ്ഗോ ഭവതു, അത്യന്തം ശുഭമായിട്ടുള്ള ആ ഖഡ്ഗോ ഭവതു, ഖഡ്ഗം കൊണ്ട്, വാള് കൊണ്ട് ഞങ്ങൾക്ക് ശുഭത്തെ നൽകുന്നതായിട്ടുള്ള ആ വാള് കൊണ്ട് അമ്മേ അവിടുന്ന് ഞങ്ങളെ എങ്ങനെ, ദുഷ്ടനിഗ്രഹ തൽപരയായിട്ടുള്ള അമ്മയാണ്. ആ അമ്മ തൻ്റെ വാളുകൊണ്ടാണ് അസുരന്മാരുടെയൊക്കെ അവരുടെ പൊതിഞ്ഞിരിക്കുന്ന ആ രക്തവും മാംസവും എല്ലാം തന്നെയും പങ്കമായിരുന്നു, മാലിന്യമായിരുന്നു, അഴുക്കായിരുന്നു, അതെല്ലാം നീക്കം ചെയ്തത്. ഇതേപോലെ അമ്മേ ഞങ്ങളുടെ ഉള്ളിലെയും ഈ ഒരു ദുഷ്ട വിചാരങ്ങളെ അല്ലെങ്കിൽ അരുതാത്ത ചിന്തകളെയൊക്കെ നീക്കിയിട്ട് അമ്മയുടെ കയ്യിലെ വാളുകൊണ്ട് ഞങ്ങളെ ശുദ്ധരാക്കിയിട്ട് ഞങ്ങളെ സംരക്ഷിക്കണമേ. അതിനായിക്കൊണ്ട് അമ്മയെ ചണ്ഡികയെ ത്വാം നതാവയം, നത എന്നാൽ നമസ്കരിക്കുന്നു അമ്മേ, അവിടുത്തെ അതിനായിക്കൊണ്ട് ഞങ്ങൾ നമസ്കാരം അർപ്പിക്കുന്നു, അവിടുത്തെ പാദങ്ങളിൽ നമസ്കരിക്കുന്നു അമ്മേ. അല്ലയോ ചണ്ഡികാദേവി, ഞങ്ങളെ സംരക്ഷിക്കണമേ. ഇനി അടുത്തത് 27ാമത്തെ ശ്ലോകമാണ്. അത് നമുക്ക് അടുത്ത സത്സംഗത്തിൽ കാണാമെന്ന് കരുതുന്നു. സർവത്ര ദേവീ നാമ സങ്കീർത്തനം. ശ്രീ മഹാദേവി നമഃ. ഓം ശ്രീ ചാമുണ്ഡായൈ നമഃ.